നമസ്കാരം. വാഹനാപകട കേസുകളിൽ പരിക്കിന്റെ കാഠിന്യം അനുസരിച്ച് എത്ര രൂപ നഷ്ടപരിഹാരം ലഭിക്കും എന്നാണ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് MACT കോടതിയുടെ മറ്റൊരു അവാർഡാണ്. 62 വയസ്സുള്ള പരാതിക്കാരൻ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ മറ്റൊരു സ്കൂട്ടർ വന്ന് ഇടിച്ചാണ് അപകടമുണ്ടായത്. പരാതിക്കാരൻ ഒരു ബിസിനസ്സുകാരൻ ആണെന്നും അപകട സമയത്ത് മാസം 30,000 രൂപ വരുമാനം ഉണ്ടെന്നും ആയിരുന്നു ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷെ തെളിവ് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 2019 ആക്സിഡന്റ് ആയതുകൊണ്ടും കോടതി 12,000 രൂപ മാസ വരുമാനം കണക്കാക്കി. ഈ കേസിൽ ഇഞ്ചുറി പ്രൂവ് ചെയ്യപ്പെട്ടത് ടൈപ്പ് 3 ഓപ്പൺ ഫ്രാക്ചർ റൈറ്റ് പട്ടേല ആൻഡ് ഓപ്പൺ ഫ്രാക്ചർ നെക്ക് ഓഫ് 5th മെറ്റാടാർസൽ റൈറ്റ് എന്നിവയാണ്. അതായത് ടൈപ്പ് 3 ഓപ്പൺ ഫ്രാക്ചർ റൈറ്റ് പട്ടേല എന്നാൽ വലതു കാലിലെ മുട്ടുചിരട്ടയ്ക്കുണ്ടായ പൊട്ടലാണ്. എല്ല് പൊട്ടിയതിനൊപ്പം പൊട്ടിയ അസ്ഥി മുറിവിലൂടെ പുറത്തേക്ക് കാണുന്ന അവസ്ഥയാണിത്. ഓപ്പൺ ഫ്രാക്ചർ നെക്ക് ഓഫ് 5th മെറ്റാടാർസൽ റൈറ്റ് എന്നാൽ വലത് കാൽപാദത്തിന്റെ പുറംഭാഗത്തുള്ള 5ാമത്തെ എല്ലിൽ ഒരു തുറന്ന മുറിവോടെയുള്ള ഒടിവാണ്. ഈ കേസിൽ 11% ഡിസബിലിറ്റി രേഖപ്പെടുത്തിയ ഒരു ഓർത്തോപീഡിക് സർജന്റെ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി 7% ഡിസബിലിറ്റി കണക്കാക്കി. അങ്ങനെ കോടതി അവാർഡ് പാസ്സാക്കുകയും ചെയ്തു. ഈ കേസിൽ കോടതി അനുവദിച്ച നഷ്ടപരിഹാരം എത്രയാണ് എന്ന് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് 2 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 48,000 രൂപ അനുവദിച്ചു. അതായത് മാസം 12,000 രൂപ വെച്ച് 4 മാസം. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് 50,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 6,000 രൂപ അനുവദിച്ചു. എക്സ്ട്രാ നറിഷ്മെന്റ് 50,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 4,000 രൂപ അനുവദിച്ചു. ഡാമേജ് ടു ക്ലോത്തിങ് 25,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 4,000 രൂപ അനുവദിച്ചു. ബൈസ്റ്റാൻഡേഴ്സ് എക്സ്പെൻസ് 50,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 2,800 രൂപ അനുവദിച്ചു. അതായത് ഈ കേസിൽ 7 ദിവസത്തെ IP ആണുള്ളത്. ഒരു ദിവസം 400 രൂപ വെച്ച് 7 ദിവസം, അങ്ങനെയാണ് 2,800 രൂപ കോടതി കണക്കാക്കിയിരിക്കുന്നത്. മെഡിക്കൽ എക്സ്പെൻസ് 5 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. പക്ഷേ പരാതിക്കാരന് 63,491 രൂപയുടെ ബില്ലുകൾ മാത്രമേ ഹാജരാക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ മെഡിക്കൽ എക്സ്പെൻസ് ആയി കോടതി 63,491 രൂപയാണ് അനുവദിച്ചത്. അടുത്തത് പെയിൻ ആൻഡ് സഫറിങ്സ് ആണ്. 2 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 80,000 രൂപ അനുവദിച്ചു. പെർമനന്റ് ഡിസബിലിറ്റി 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി 70,560 രൂപയാണ് അനുവദിച്ചത്. അതായത് 12,000 രൂപ മാസ വരുമാനം വെച്ച് 7% ഡിസബിലിറ്റിക്കുള്ള പെർമനന്റ് ഡിസബിലിറ്റി ആണ് കോടതി 70,560 രൂപ അനുവദിച്ചത്. അടുത്ത ലോസ് ഓഫ് ഏണിംഗ് പവർ 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. പക്ഷെ കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. ലോസ് ഓഫ് അമനിറ്റീസ് 2 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി 40,000 രൂപയാണ് അനുവദിച്ചത്. ആന്റിസിപ്പേറ്റഡ് മെഡിക്കൽ എക്സ്പെൻസസ് ഇംപ്ലാന്റ് റിമൂവലിന് വേണ്ടി 2 ലക്ഷം രൂപ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇംപ്ലാന്റ് റിമൂവലിനെ ആവശ്യമാണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളോ ഡോക്യുമെന്റുകളോ കോടതിയിൽ ഹാജരാക്കാൻ പരാതിക്കാരന് സാധിച്ചില്ല. അതുകൊണ്ട് കോടതി 25,000 രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അടുത്തത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. 50,000 രൂപ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. അതായത് ഈ കേസിൽ ടോട്ടൽ 25,25,000 രൂപയാണ് ക്ലെയിം ചെയ്തത്. പക്ഷേ അത് കോർട്ട് ഫീയിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 3,43,891 രൂപയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ 3,43,900 രൂപയും 6% ഇൻട്രസ്റ്റും കോസ്റ്റുമാണ് ഈ കേസിൽ കോടതി അനുവദിച്ചിട്ടുള്ളത്. ഓർക്കുക, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഈ കേസിലും പ്രായം കുറയുന്നതിനനുസരിച്ച് ഈ അവാർഡ് തുക വർദ്ധിക്കുന്നതായിരിക്കും. താങ്ക് യു.